ഇന്ന് സി എ ഫൗണ്ടേഷൻ ജാനുവരി 2025 റിസൾട്ട് വന്നൊരു സമയമാണ്. എൻ്റെ കൂടെ ഉള്ളത് ഗൂഡല്ലൂരിൽ നിന്നും മലപ്പുറത്തുള്ള ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പറായി ഡിസ്റ്റിങ്ഷനോട് കൂടി 336 മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഷിദാനയാണ്. ഷിദാനക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വലിയ റോൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന 320 മുകളിൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഫ്രീ ആയിട്ട് കോച്ചിങ് ഫീസ് ഇല്ലാതെ എന്ത് ചെയ്യാം, ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CA ഇന്ററിന് പഠിക്കുക എന്നുള്ളത്. അപ്പൊ പല വിദ്യാർത്ഥികളും ഭയങ്കര സ്വപ്നത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ പഠിക്കുന്ന സമയത്ത് 320 എബോ പഠിക്കണം, 320 എബോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുക. ഇന്ന് വളരെ കേരളത്തിലെ ടോപ്പറായി നിൽക്കുന്നു, ഡിസ്റ്റിങ്ഷൻ നേടിയിരിക്കുന്നു, കോച്ചിങ് ഫീ ഇല്ലാതെ പഠിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു അല്ലേ? അതൊക്കെ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഷിദാന സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് വിചാരിച്ചു വന്നതാ. ഈഗിൾസ് എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അന്വേഷിച്ച് ഞാൻ നേരിട്ട് വന്നിട്ട് പിന്നെയാണ് എന്നോട് ഫസ്റ്റ് കസിൻസ് ഒക്കെ പറഞ്ഞു, അനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നാ മതി, അനക്ക് നടക്കുന്നുണ്ടെങ്കിൽ വന്നാ മതി, ഇവിടെ ഫോണില്ല അതില്ല, അനക്ക് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വരണം, എനിക്ക് നീ വെറുതെ എന്റെ സമയം കളയാൻ എനിക്ക് സമയമല്ല, എനിക്ക് വേഗം സെറ്റിൽ ആവാനുള്ളതാണ് ഞാൻ എന്നെ മുൻകൈ എടുത്ത് വന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഈ ടോപ്പ് മാർക്കോട് കൂടി പാസ് ആയിട്ടുള്ളത് അല്ലേ? ഇനി ഇൻഷാ അല്ലാ ഞാൻ പ്രതീക്ഷിക്കുന്നത് CA ഇന്റർ ഒക്കെ കഴിയുമ്പോൾ ഒരു നല്ല റാങ്കോട് കൂടിയിട്ട് അല്ലേ? CA ഇന്ററിലാണ് നമുക്ക് റാങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് മെറിറ്റ് ലിസ്റ്റ് ഒക്കെ CA ഇന്റർ മുതലുള്ളൂ. സോ ഷിദാനക്ക് CA ഇന്ററും നല്ല റാങ്ക് അടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എസ്പെഷ്യലി നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ദൂരത്തു നിന്നൊക്കെ പെൺകുട്ടികൾ എസ്പെഷ്യലി മലപ്പുറം സെന്ററിലൊക്കെ വന്ന് പഠിക്കുമ്പോൾ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് വേണം. അത്തരത്തിൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സപ്പോർട്ടൊക്കെ? പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഏത് കോഴ്സ് എടുത്താലും കുഴപ്പമില്ല, ഏതെടുത്താലും കുഴപ്പമില്ല, കാശ് വിഷയാക്കണ്ട, എന്തുവാണേലും പഠിച്ചു എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ മാരേജിന് ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത് പഠിക്കുന്നു പറയാ, സയൻസ് എടുക്കുന്നു പറയാം. എനിക്ക് പറയുമ്പോ ഞങ്ങൾക്ക് അവിടെ മാർക്ക് ബേസ്ഡ് ആണ് സിസ്റ്റം. സയൻസിൽ 100 out of 100 കിട്ടിയതാ. എന്നിട്ടും സയൻസ് സാർ എന്നോട് സയൻസ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊമേഴ്സ് തന്നെ എടുത്തു. അപ്പൊ അവരൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ട് അവരെ സന്തോഷിപ്പിക്കണല്ലോ, ഞാൻ സയൻസ് സാറിനെ ഞാൻ വിട്ടെടുത്ത്. അപ്പൊ നോക്കി ഈ CA നമ്മൾ പഠിക്കുന്ന സമയത്ത് 320 എബോ പഠിക്കണം എന്നൊരു ആഗ്രഹം വെച്ച് പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു 320 മുകളിലേക്ക് മാർക്ക് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? അതായത് എങ്ങനെയെങ്കിലും പാരന്റ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ പഠിക്കണം എന്നുണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഇപ്പൊ 3 മക്കളാണ്. അപ്പോ ഉപ്പാക്കും തന്നെ അധികം ബേർഡൻ കൊടുക്കാതെ പഠിപ്പിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. +1 +2 ഞാൻ 10th നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ഫീസ് ഇല്ലാതെ പഠിച്ചു. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജംഷന മാമിന്റെ ക്യാബിനിൽ ഞാൻ ചോദിച്ചു, മാം സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ, ഇവിടുത്തെ ആ എൻട്രൻസ് എക്സാമില് എനിക്ക് ടോപ്പ് മാർക്കാണ് എന്ന് പറഞ്ഞു. മാം പറഞ്ഞു ഇല്ല, ഇപ്പൊ ഇല്ല, നമുക്ക് ഫൗണ്ടേഷനിൽ 320 വാങ്ങിയാൽ ഇന്റർ ഫ്രീ ആക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ 320 അടിച്ചെടുക്കണം, അല്ലെങ്കിൽ 300 എങ്കിലും എത്തണമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇടയിലൊക്കെ ഞാൻ നല്ല ഡൗൺ ആയി, സാറിന് വന്ന് കരഞ്ഞൊക്കെ ഓർമ്മയില്ലേ. Anyway, very happy, really happy about that. Congratulations, Shidana. Really happy for your result. Thank you.